എല്ലാ സ്ഥലങ്ങളിലേക്കും പതറുകയാ. അവിടുന്ന് നോക്കുന്നോര് ഒരു സ്ഥലത്ത് പോലും തന്റെ ധാന്യത്തിന്റെ കിഴിയെ കാണുന്നില്ല. ആ സമയത്ത് ഓർമ്മ വരുന്നു, ആ മനുഷ്യൻ ആ കബറിലേക്ക് കടന്നു പോകുന്നു, കബറിനെ തുറക്കുന്നു. ആ കബറതെ കത്തിയാളുന്ന നരകമായി മാറുകയാണ്. ആ സമയത്തതേ ഈ മനുഷ്യനതേ അവിടുന്ന് മണ്ണുവാരി തലയിലിട്ടുകൊണ്ട് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. തന്റെ ഉമ്മയോട് ചോദിക്കുന്നു, യാ ഉമ്മാ, അല്ലയോ ഉമ്മാ, എന്റെ അതേ സഹോദരിയുടെ കബറിനെ ഇത്രമാത്രം നരകക്കുണ്ടായി മാറാൻ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ ഉമ്മ പറയുകയാ, ഞാനതേ എന്റെ തന്റേതായ മകളെ നിസ്കരിക്കുന്നവളായി തന്നെ കാണുകയാണ്. അവള് നോമ്പ് പിടിക്കുന്നവളായി കാണുകയാ. അവള് ഖുർആൻ ഓതുന്നവളായിരുന്നു. അവളതേ തസ്ബീഹ് ചൊല്ലുന്നവരായിരുന്നു. അവള് തഹ്ലീൽ ചൊല്ലുന്നവളായിരുന്നു. എനിക്കറിയില്ല നിന്റെ കാരണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അതേ അവിടത്തെയുള്ള കാളിയാരുടെ വീട്ടിലേക്ക് കടന്നു പോകുകയാ. ആ സമയത്ത് ആ കാളിയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് ആ പള്ളിയുടെ ഖതീബിന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് ചോദിക്കുമ്പോൾ ആ ഖതീബ് പറയുകയാണ്, നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ മകൾക്ക് എന്തോ ഒരു ദോഷം സംഭവിച്ചിട്ടുണ്ട്, എന്തോ ദോഷം സംഭവിച്ചിട്ടുണ്ട്. അതല്ലാതെ അവരുടെ കബറ് കത്തിയമരാൻ സാധ്യതയില്ല എന്ന് ആ ഉമ്മയോട് ആ ഖതീബ് പറയുകയാ. ഇത് കേട്ടുകൊണ്ട് ആ ഉമ്മ കരയാൻ തുടങ്ങി. 2 റക്അത്ത് നിസ്കരിച്ചു റബ്ബിലേക്ക് ദുആ ചെയ്തപ്പോൾ ആ ഉമ്മയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരികയാ. എന്താ കാര്യമെന്നറിയുമോ? ആ സമയത്ത് ഉമ്മ പറയുകയാ, എന്റെ മകളുണ്ടല്ലോ, അവൾ അതേ അസർ നിസ്കാരത്തിനെ അവള് പിന്തിക്കുന്നവളായിരുന്നു എന്ന് ആ ഉമ്മ പറയുകയാ. അതേ ളുഹർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം തന്റെ വീട്ടിലുള്ള എല്ലാ പണികളും തീർത്തതിന് ശേഷം ളുഹർ നിസ്കരിച്ചിട്ട് ആ പെണ്ണ് ഉറങ്ങുകയാ. ആ ഉറക്കം അങ്ങനെ ഉറങ്ങിപ്പോയിട്ട് ആ പെണ്ണ് മഗ്‌രിബിന്റെ ബാങ്ക് കേൾക്കുമ്പോഴാണ് ആ പെണ്ണ് ഉണരുന്നത്. അങ്ങനെ അതേ ആ പെണ്ണ് ഉണർന്നതിന്റെ കാരണത്താൽ അസ്ർ നിസ്കാരം ഖളാ ആയതിന്റെ കാരണത്താൽ ആ പെണ്ണിന്റെ ഖബറുണ്ടല്ലോ കത്തി അമരുകയാ. പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, എത്രയോ ളുഹർ നിസ്കാരങ്ങളാണ്, എത്രയോ അസ്ർ നിസ്കാരങ്ങളാണ് ഞാനും നിങ്ങളും അടുക്കളയുടെ ജോലി തിരക്ക് കാരണത്താൽ ഒഴിവാക്കിയത്. ഇപ്പോൾ നിസ്കരിക്കാ, പിന്നെ നിസ്കരിക്കാ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയ എത്രയോ നിസ്കാരങ്ങള് അത് ഖളാ ഇല്ലയോ? ചെറുപ്പക്കാരാ, ഓർത്തു നോക്കണേ, എത്രയോ നിസ്കാരങ്ങളാണ് ഞാനും നിങ്ങളും ജോലിയുടെ തിരക്ക് കാരണത്താൽ ളുഹർ നിസ്കാരത്തിനെ ഒഴിവാക്കിയത്, അസറിനെ ഒഴിവാക്കിയത്. എന്തിനേറെ സുബഹി നിസ്കാരത്തിന് പോലും ജമാഅത്തായി നിസ്കരിക്കാതെ, അതേ വീട്ടിൽ നിന്നുകൊണ്ട് പോലും നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഉമ്മമാരില്ലേ, കിടന്നുറങ്ങുന്ന സഹോദരിമാരില്ലേ, കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരില്ലേ, ഓർക്കണേ. അങ്ങനെ നിങ്ങൾ ഉറങ്ങിയ നിങ്ങളുടെ കബറുണ്ടല്ലോ അത് നരകത്തിന്റെ കുണ്ടാകുമെന്ന് ഈ ചരിത്രം നമ്മളോട് പറയുകയാ. ഈ ചരിത്രം വായിച്ചതിന് ശേഷം അതേ സൂഫിയാക്കളാകുന്ന പണ്ഡിതന്മാര് അവര് കരഞ്ഞുപോയെന്ന് പണ്ഡിതന്മാര്